സൺഡേ സ്കൂൾ ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുടുംബങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു സാക്ഷ്യ ജീവിതങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബങ്ങളിൽ പോലും മാതാപിതാക്കൾക്കിടയിലുള്ള സംസാരത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഈ കാറ്റഗിസത്തിൻ്റെ വില കുറച്ച് കാണിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളുടെ സാന്നിധ്യത്തിൽ തന്നെ. ഇത് സൺഡേ കുർബാന കഴിഞ്ഞ് വേറെ അച്ഛന്മാർക്ക് വേറെ പണിയില്ലേ, സിസ്റ്റേഴ്സിന് വേറെ പണിയില്ലേ, ഈ 2 മണിക്കൂർ സമയം അവർക്ക് വേണേൽ ട്യൂഷന് വേണേൽ പിള്ളേരെ വിടായിരുന്നു, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സമയമാണ്, ഇത് പരീക്ഷ പിറ്റേ ദിവസം വരാൻ പോകുന്നു. അങ്ങനെ ഒരു സംസാരം മാതാപിതാക്കളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അത് കുട്ടികളുടെ ബോധ മനസ്സിലേക്ക് പയ്യെ പയ്യെ അതങ്ങനെ കയറുന്നു. വേദപാഠം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചുമ്മാ 2 മണിക്കൂർ അവിടെ പോയിരിക്കുക, ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് കേൾക്കുക, മാർക്ക് മേടിക്കുക, പാസ്സാകുക. സ്കൂളിൽ എന്ത് ചെയ്യണം അതിന്റെ ഒരു തനി ആവർത്തനം ഇവിടെ നടക്കുക. അതിൽ പലരും നിർഭാഗ്യവശാൽ പാസ്സാവുന്നില്ല എന്നാണ് വേറെ കാര്യം. അതാണ് അതായത് ശരിക്കും ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രൈം സസ്പെക്ട് അല്ലെങ്കിൽ സസ്പെക്ട് എന്നതിനേക്കാൾ ഉപരി ഏറ്റവും പ്രൈം ഉത്തരവാദിത്വം എന്ന് പറയുന്ന മാതാപിതാക്കൾ എന്ത് വില കൊടുത്തും പിറ്റേ ദിവസം എത്ര വലിയ എക്സാം ആയിക്കോട്ടെ, ഇനി 10th പ്ലസ് 2 എക്സാം ആയിക്കോട്ടെ, തലേദിവസം കാറ്റഗിസം ഉണ്ടെങ്കിൽ കുട്ടികളെ അവിടേക്ക് പറഞ്ഞു വിടുക. അത് പറഞ്ഞു വിടുന്നത് എന്താണ്, ഒരു പട്ടാള ചിട്ടയോ അതൊന്നും അല്ല. അതിന്റെ ഒരു പ്രാധാന്യം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ കുട്ടികൾ തിരിച്ചറിയുക അല്ലെങ്കിൽ മാതാപിതാക്കൾ തിരിച്ചറിയുക.